രാവിലെ അടുക്കള കയറി അരിയിട്ട് രാവിലത്തെ ജോലി പെട്ടെന്ന് തീർക്കുവാണ്. അപ്പോഴാണ് ഉണക്കക്കപ്പ വെള്ളത്തിലിട്ടത് ഓർത്തത്. അപ്പോൾ തന്നെ ചേമ്പും ചേനയും ഓമയ്ക്കായും എല്ലാം കൂടെ വെച്ചൊരു കുഴ പോലെ വെക്കത്തില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കുവാണ്. ഓമയ്ക്ക, ചേന എല്ലാം ഉണ്ട്, ചേമ്പ്, പിന്നെ കായുണ്ട്. കായ ഉണ്ടായിരുന്നു, പക്ഷെ അത് പഴുത്തു പോയി. അപ്പോൾ പിന്നെ മീനുണ്ട്, മത്തിയാണേ, അത് അരച്ച് പുരട്ടി വെച്ച് വെക്കുക. അപ്പോഴത്തേനെ കരിയാപ്പിലയുടെ കാര്യം ഓർത്തത്. ഇതിന് കരിയാപ്പില ഒഴിക്കാൻ വേണ്ടി ഓടി പോയി. ഇപ്പം മീൻകറി വെക്കുക. മീൻകറി വെക്കുമ്പോഴത്തേനും ഉലുവ ആദ്യമേ ഇടണമെന്ന് എനിക്ക് കടുക് ഇടണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉലുവ മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ചോറ് വെച്ചു. എല്ലാം പെട്ടെന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഇത് മൊത്തമേ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനെ യൂട്യൂബിനകത്തൊക്കെ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. മീൻകറി വെച്ചു. മീൻകറി പുളിയെല്ലാം ഇട്ടു, പക്ഷെ മീൻ ഇടുന്ന കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനുള്ള ഇതുണ്ടോയെന്ന്, ഇത്ര മിനിറ്റ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് തന്നെ വേണം ഇതെല്ലാം ചെയ്യാനും എടുക്കാനും ഒക്കെ. ഏതായാലും മീൻകറിയൊക്കെ ചെയ്യാൻ കാണിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. മീനെല്ലാം എടുത്ത് അരപ്പിനകത്ത് മുക്കി അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം പിന്നെ അടുത്തത് പുഴുക്കിലേക്ക് പോവുക. സാധനമെല്ലാം മുറിച്ച് എടുക്കുവാണേ. എല്ലാം എടുത്ത് ഒന്നിച്ച് കുക്കറിനകത്തിട്ടങ്ങ് ആദ്യമേ വേവിക്കാൻ വെക്കുക, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്. അപ്പോഴത്തേന് മീൻ തിളച്ചു. അപ്പോഴത്തേന് ഇതൊന്ന് കുക്കറിനകത്തായിട്ട് ആക്കി വെച്ചിട്ട് 2-3 വിസിൽ മതി. അപ്പോഴത്തേനും അത് റെഡിയാകും. അപ്പോഴത്തേന് മീൻ വറുക്കാൻ കണ്ട് ഇപ്പുറത്തെ ചട്ടിയിലേക്ക് മീനും മത്തിയാണേ, അത് അരിച്ച് വെട്ടി നേരത്തെ ഞാൻ വെച്ചായിരുന്നു. അപ്പോൾ അതെടുത്തൊന്ന് അങ്ങ് വറുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും മീൻകറി തിളച്ചു. അപ്പോഴത്തേന് ഇപ്പുറത്ത് കുക്കറിൽ ഇരുന്ന് അതിനകത്ത് വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത്